ഉണ്ടാകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി, അനിത്യങ്ങളായി, അല്പസുഖപ്രദങ്ങളായി, അവസാന വിരസങ്ങളായി, ദുഃഖമിശ്രിതങ്ങളായി, ദുരിതോദർക്കങ്ങളായിരിക്കുന്ന സംസാരസാര തരംഗങ്ങളിൽ സാരബുദ്ധ്യാ പരിഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതം അറിയിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം! മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു, എന്നാൽ ആയതൊക്കെവയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ. എന്ന ജന്മത്തെ ദൈവകൃത്യ ലഭിച്ച വാർപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. ചന്ദ്രചൂടായൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ. പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കാം. ആയതല്ലോ ഇവിടെ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? ചന്ദ്രചൂട അവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ആര്? ചന്ദ്രചൂടനോ? എന്തിനാകുന്നത് വളരെ സംശയിക്കുന്നത്? ചന്ദ്രകലാധരനായി, പാർവതീകാന്തനായി, ഭക്തവത്സലനായി, ലോകനായകനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ തന്നെയാകുന്നത് ഇവിടെ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം, നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് നന്ദിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശേഷം അർജുനന്റെ ഉള്ളിലെ ഗർവ് കളഞ്ഞ അഭീഷ്ടങ്ങളായിരിക്കുന്ന വരങ്ങളെ പ്രദാനം ചെയ്യാനായിക്കൊണ്ട് ആഗ്രഹിച്ച് കിരാതവേഷത്തെ സ്വീകരിച്ച് കിരാതി രൂപിണിയായിരിക്കുന്ന ശ്രീപാർവതിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി വ്യാജേന നായാട്ട് ചെയ്തു സഞ്ചരിച്ച അർജുനന്റെ തപോപഖണ്ഡത്തെ പ്രാപിച്ചു വർത്തിക്കുന്ന കാലത്തിങ്കൽ പാർത്ഥവ്യാപാദനത്തിനായിക്കൊണ്ട് ധാർത്തരാഷ്ട്രന്മാരാൽ ചോദിതനായിരിക്കുന്ന മൂകാസുരൻ കപടകിടിവേഷത്തെ ധരിച്ച പ്രദേശത്തെ പ്രാപിച്ച കാലത്തിങ്കൽ സമാധിയിൽ നിന്നുണർന്ന അർജുനനും കിരാതമൂർത്തിയും ഏകകാലത്തിങ്കൽ ശരം പ്രയോഗിച്ച് മൂകാസുരനെ നിഗ്രഹിച്ച കാലത്തിങ്കൽ അർജുനന്റെ ഉള്ളിലെ കോപത്തെ വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് ആഗ്രഹിച്ച് കിരാതമൂർത്തി സോമനെയും സോമവംശത്തെയും സോമവംശജാതന്മാരായിരിക്കുന്ന രാജകന്മാരെയും പാണ്ഡവന്മാരെയും വിശേഷിച്ച് തന്നെയും നിന്ദിച്ചു പറഞ്ഞ കാലത്തിങ്കൽ ശിവനിന്ദാപരങ്ങളായിരിക്കുന്ന വാക്കുകളെ കേട്ട് അതികുപിത മനസ്സായി തീർന്ന അർജുനൻ കിരാതമൂർത്തിയുടെ നേരെ ശരം പ്രയോഗിച്ച സമയത്തിങ്കൽ കിരാതമൂർത്തിയും അർജുനന് നേരെ ശരം പ്രയോഗിച്ച് ഇരുവരും അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ആരംഭിക്കുകയും ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്:
വിനിക്രമമാദധാനാവേന ദുശ്ചിരതരം സമരം സമാനം. കിരാത പാണ്ഡുസൂനു ച സമരം ആദേനതു. ആ കിരാതമൂർത്തിയും മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനും തമ്മിൽ അതികേമായിട്ടുള്ള സമരം. കിരാതമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും മധ്യമപാണ്ഡവനായിരിക്കുന്ന അർജുനനും തമ്മിൽ അതികേമായിട്ടുള്ള സമരം ഉണ്ടായിരുന്നു. നല്ല പാകമായി. പ്രാപഞ്ചികന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും സമരം ചെയ്യൽ പതിവുണ്ട്. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കിരാതമൂർത്തിയായിരിക്കുന്ന അദ്ദേഹം സമരത്തിന് പുറപ്പെട്ടു എന്നാണ് ഈ പറയണത്. എന്ത് കഥ? എന്തിനാ അദ്ദേഹമൊക്കെ സമരത്തിന് പുറപ്പെടുന്നത്? എന്തിനാ അദ്ദേഹം സമരത്തിന് പുറപ്പെടുന്നത്? നമ്മളെന്നെ ഇപ്പൊ എന്തിനാ സമരത്തിന് പുറപ്പെടുന്നത് ശരിയ അല്ലേ? അതാപ്പ അവസ്ഥ. ഇനിയിപ്പൊ അദ്ദേഹം കൂടി ഇപ്പൊ സമരത്തിന് പുറപ്പെടണം, വേറെ ഒന്നിനുമില്ല. എന്താ അവനവന്റെ കാര്യം നേരെവാനാവും. അതെന്താ? കാരണം ഭഗവാന് കുറച്ചു കാലമായിട്ട് മനസ്സിലായി അവിടെ അടച്ചു കൂട്ടി വെച്ചേക്കുക, തൻ്റെ കാര്യം നോക്കാൻ ആരും ഇല്ല. അപ്പൊ ഇനി എന്ത് വേണം? ഇനി തൻ്റെ കാര്യം നേരെയാക്കാൻ വേണ്ടിയിട്ട് താൻ തന്നെ സമരത്തിന് പുറപ്പെടുക. അങ്ങനെയാണല്ലോ പതിവ്. ഏത് തൻ്റെ കാര്യം നേരെയാക്കാൻ പുറപ്പെട്ട് സമരം ചെയ്യുന്ന ആളുകളുണ്ടോ? എന്താ ആലോചിക്കണത്? അങ്ങനെയൊക്കെ പതിവുണ്ടോ? സമൂഹത്തിന്റെ കാര്യം നേരെയാവാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ആളുകളൊക്കെ പതിവുണ്ട്. ഇതിപ്പോ അങ്ങനെയല്ല, അവനവന്റെ കാര്യം നേരെയാക്കാൻ വേണ്ടിയിട്ട് സമരത്തിന് പുറപ്പെട്ടു. അങ്ങനെ ആയിരുന്നു ആ സമരം. ഏത്? അപ്പൊ അങ്ങനെയാണല്ലോ പറയണത്. അവനവന്റെ കാര്യം നേരെയാവാനല്ല. പിന്നെയോ അദ്ദേഹം ആരുമായിട്ടാണ് ഈ സമരത്തിന് പുറപ്പെട്ടത് എന്നാണെങ്കിൽ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനനോടാണ് അദ്ദേഹം ഈ സമരം ചെയ്യലുണ്ടായത്. മധ്യമ പാണ്ഡവൻ അദ്ദേഹത്തിന്റെ പരമഭക്തനായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള അർജുനൻ. അർജുനൻ തന്റെ ഭക്തനായിരിക്കുമ്പോ എന്തിനാണ് അർജുനനോട് സമരം ചെയ്യണത് എന്നല്ലേ? വേറൊന്നുമല്ല, അർജുനന്റെ പുറപ്പാട് ഇപ്പോ പന്തിയല്ലാതെ ഉണ്ടായിട്ടുണ്ട്. തന്നെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുക. ഇതെവിടെയിരുന്നു ഇത്ര നേരം? ഒന്നും രണ്ടുമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ സമരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണെന്നാണ് തോന്നുന്നത് അല്ലേ? ഇനിയിപ്പോ അർജുനൻ മാത്രമല്ല, അനവധി ആളുകൾ സമരത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു പുറപ്പെട്ടതാണെന്ന് നിശ്ചയില്ല. അതിനെല്ലാം നിശ്ചയില്ല എന്തിനാ പുറപ്പെട്ടതാണെന്ന്. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നുണ്ടെന്നല്ലാതെ എഴുന്നിട്ട് ഇതിപ്പോ ഒരു സമരമാണ്. കുറെ ആളുകള് ഇരുന്ന് സമരം ചെയ്യുക, കുറെ ആളുകള് നടന്ന് സമരം ചെയ്യുക, ചില ആളുകള് ആളുകളായിട്ട് വെച്ചു കൂട്ടി മുമ്പിലേക്ക് തന്നെ പുറപ്പാട്. കാരണം വേറൊന്നുമില്ല, ആ ദുര്യോധനാദികള് കൗരവാദികള് അർഹതപ്പെട്ടിട്ടുള്ള രാജ്യം കൊടുക്കില്ല എന്നുള്ളതായപ്പോ ഇനി എന്താ വേണ്ടത്? യുദ്ധമാണ് അതിനുള്ള വഴി എന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കിയപ്പോ യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഇനിയിപ്പോ എന്താ ഉണ്ടാവുക? പാണ്ഡവരുടെ അവസ്ഥ നന്ന കഷ്ട. കാരണം എന്താ? അർഹതപ്പെട്ട രാജ്യമില്ല, സൈന്യമില്ല, സമ്പത്തില്ല, യാതൊന്നുമില്ല. ആ വനവാസികളായിട്ട് അവര് കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോ ഇനിയിപ്പോ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വേറൊന്നുമില്ല, യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആയുധമൊന്നും ഇല്ലാതെ കണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ നേരെയുമോ? ദുര്യോധനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? വലുതായിട്ടുള്ള രാജ്യം, സൈന്യം, സമ്പത്ത് ഇതെല്ലാം കൊണ്ടും കേവനായിട്ടുള്ള ആളാ. അങ്ങനെയുള്ള ദുര്യോധനൻ ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ യുദ്ധത്തിന് പുറപ്പെടണോ? അങ്ങനെയൊന്നുമില്ല. ഉള്ള ആളുകളാണല്ലോ കുതിരയൊക്കെ പുറപ്പെടുക. അത്യാവശ്യം അവനവന് ജീവിക്കാനുള്ളതൊക്കെ ഇല്ലേ? എന്താണെന്നാണല്ലോ കണ്ടിട്ട് തോന്നണത്. അതൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്തിനാ പുറപ്പെടുന്നത്? അതല്ല, അത്യാവശ്യ സമ്പത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തോന്നി തുടങ്ങും ആളുകൾക്ക്. ഏത് ദുർബുദ്ധികളായിട്ടുള്ള ആളുകള് എന്താ അത് ഇനിയിപ്പോ എങ്ങനെയെങ്കിലും അവനവന്റെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുക ആയപ്പോഴാണ് ഇനിയിപ്പോ സമാധാനമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അർഹതപ്പെട്ടിട്ടുള്ള രാജ്യമൊന്നും കൊടുക്കില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോ ചോദിച്ചത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ എന്താ വേണ്ടത്? അപ്പോഴാണ് എല്ലാവരും കൂടി ഉപദേശിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഒരു യുദ്ധേ വഴിയുള്ളൂ. വലുതായിട്ടുള്ള രാജ്യവും സൈന്യവും സമ്പത്തൊക്കെ ഉള്ള ആളുകളോട് ഒന്നുമില്ലാത്ത നമ്മളിപ്പോ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അങ്ങനെ പുറപ്പെടാൻ സാധിക്കുമോ? അതില്ല. അപ്പൊ എന്താ വേണ്ടത്? ആയുധം സമ്പാദിക്കണം.
ആയുധം സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ശക്തമായിട്ടുള്ള ആയുധം സമ്പാദിക്കുക, അതാണല്ലോ വേണ്ടത്. അങ്ങനെ ശക്തമായിട്ടുള്ള ആയുധം സമ്പാദിക്കണമെങ്കിൽ അതിനു വേണ്ടി പുറപ്പെടുക എന്ന് തിരിച്ചു. ഇത് എവിടേക്കാ പുറപ്പെടുന്നത്? ആയുധം സമ്പാദിക്കാൻ വേണ്ടി പുറപ്പെടുക എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ വരട്ടെ കേട്ടോ. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരാൾ ആയുധത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് കാര്യമില്ല. അതിന് യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെ പുറപ്പെടണം എന്നുള്ളത് കണക്കാക്കിയപ്പോ വേറെ ആരുമില്ല. ആയുധ വിദ്യയെങ്കിൽ കേമനായിട്ടുള്ള വേണ്ടത് പാശുപതാസ്ത്രം. ആയുധങ്ങൾ അനുവദിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഇപ്പോ ഏത് ആയുധ പ്രയോഗിക്കുക എന്നുള്ളതാ അറിയാത്തത്. ഓരോ ദിവസവും ഓരോ ആയുധ പ്രയോഗിക്കുക എന്നാ കേൾക്കണത്. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നിശ്ചയില്ല. അപ്പൊ ഇവിടെ അർജുനനെ എങ്ങനെയുള്ള ആയുധ സമ്പാദിക്കാൻ പുറപ്പെട്ടേക്കണത്? പാശുപതാസ്ത്രം. അതാരേടുത്താ? ഭഗവാൻ ശ്രീപരമേശ്വരന്റെ അടുത്താണുള്ളത്. അപ്പോ ആ അർജുനനെ അതിനുവേണ്ടി നിയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല, അർജുനൻ അവിടുന്ന് പുറപ്പെട്ടു. സന്തോഷമായി. കാരണം എന്താ? തന്റെ ഭഗവാൻ ആ ശ്രീപരമേശ്വരൻ അർജുനന് വേണ്ടിയിട്ടുള്ള ആളാ. മാത്രമല്ല ആ ഭഗവാനെ അത്രയും കാര്യമാണ്. അപ്പൊ ആ ഭഗവാനെ ഉപാസിക്കാനുള്ള ഒരു അവസരമാണല്ലോ ഇപ്പൊ തനിക്ക് കിട്ടിയേക്കുന്നത്. മാത്രമല്ല അങ്ങനെ തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നേരിട്ട് കാണുക, ആ പാശുപതാസ്ത്രം ചോദിക്കുക, അത് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിൽ ഇനി ഇത്രയും ഭാഗ്യം വേറെ എന്താ വരാനുള്ളത് എന്നുള്ളത് കണക്കാക്കി എല്ലാവരുടെയും അഭിപ്രായം കേട്ടപ്പോ അർജുനൻ അവിടുന്ന് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട അർജുനൻ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ? ആ കൈലാസത്തിന്റെ താഴ്വര പ്രദേശത്ത് അതികേമായിട്ട് ആശ്രമമൊക്കെ ഒരുക്കി അവിടെ ആ ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുക. അങ്ങനെ ആ തപസ്സിന്റെ തീവ്രത ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിപ്പിച്ചു വരിക. കാരണം ഭഗവാനെ എത്രയും വേഗം പ്രത്യക്ഷമായിട്ട് വേണ്ടോ, പ്രത്യക്ഷ ആക്കിയിട്ട് വേണം എന്ത് ആയുധം ചോദിക്കാൻ. അപ്പൊ ഇനി എന്താ വേണ്ടത്? ആ തപസ് ക്രമേണ 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 ഇങ്ങനെ അതിന്റെ കാഠിന്യം ഇങ്ങനെ വർദ്ധിപ്പിച്ചു. അതിങ്ങനെ വർദ്ധിപ്പിക്കുമ്പോ കൈലാസത്തില് ഇതൊന്നും അറിയാതെ ഇരിക്കുകയാണോ ഭഗവാൻ? തന്റെ പരമഭക്തനായിട്ടുള്ള അർജുനൻ അവിടുന്ന് പുറപ്പെട്ട് തന്നെ തപസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവണില്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞ എല്ലാം അറിയുന്ന ആളാണല്ലോ വെക്കണത് അല്ലേ? അങ്ങനെയല്ല. തന്നെ ആരൊക്കെയാ ഉപാസിക്കാൻ പുറപ്പെടുന്നത്, തന്നെ ആരൊക്കെയാ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നത്, നിന്ദിക്കാൻ പുറപ്പെടുന്നത്, മുഴുവൻ നിശള്ള ആളാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്തേ? ശ്രീ പാർവതി പറയുന്നുണ്ട്, ഭഗവാൻ ആ ഭക്തോത്സവനായിട്ടുള്ള ഉണ്ണി അർജുനൻ അങ്ങനെ ഉപാസിച്ചിട്ട് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങേക്കിത് മനസ്സിലാവാനായിട്ടാണല്ലോ? അതോ എന്താണ് കാരണം എന്നുള്ളത് ചോദിക്കുമ്പോൾ ഭഗവാൻ വരട്ടെ എന്നുള്ളതാ പറയണത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ ഇത് നിശ്ചയിക്കാനായിട്ടല്ല. ഭഗവാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അർജുനൻ തപസ്സിന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഭഗവാൻ പിന്നെ എന്തേ പുറപ്പെടാത്തത് എന്നാണെങ്കിൽ വേറെ ഒന്നുമില്ല. ഭഗവാന് മനസ്സിലായിട്ടുണ്ട് അർജുനന് അഹങ്കാരം വല്ലാതെ കൊണ്ട് വർദ്ധിച്ചു വശമായിട്ടുണ്ട്. ഗർവിഷ്ഠനാ ഇപ്പൊ അർജുനൻ. അതെന്താ അർജുനന് അഹങ്കാരം എങ്ങനെ വർദ്ധിക്കാൻ കാരണം? എന്താ അത്? ഇതിനൊന്നും യാതൊന്നുമില്ല. എന്നാലും അതിന്റെ ഉച്ചത്തം എന്താന്ന് വെച്ചോ, ഭക്തി എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ആ ഗർവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അഹങ്കാരം എന്തെന്നില്ല അതങ്ങോട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അർജുനൻ എന്തിനാ പുറപ്പെട്ടേക്കണത്? പാശുപതാസ്ത്രം ചോദിച്ചിട്ടാ പുറപ്പെട്ടേക്കണത്. അങ്ങനെ പാശുപതാസ്ത്രം ചോദിച്ചിട്ടുള്ള അർജുനന്, ഗർവിഷ്ഠനായിട്ടുള്ള അർജുനന് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വേറൊന്നുമില്ല, അത് അസ്ഥാനത്താ ഒരു പക്ഷെ പ്രയോഗിക്കുക അല്ലേ? അങ്ങനെ അവിവേകികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ ആയുധം ചെന്ന് പെട്ടു കഴിഞ്ഞാൽ അതൊരു പക്ഷെ അസ്ഥാനത്ത് പ്രയോഗിക്കാൻ ഇടണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ ആർക്കാ അതിന്റെ ചീത്തപ്പേര്? വേറെ ആയിരിക്കില്ല, ഭഗവാൻ ശ്രീപരമേശ്വരനാ. എന്താ ഇവിടെ ആലോചിക്കുന്നത്? കാര്യമായിട്ട് എന്തോ ചോദിക്കുന്നു പറയണൊക്കെ ഉണ്ട്. കാരണം എന്താ ഉണ്ടാവുക നിശ്ചയില്ല. അത് ഒറ്റയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നേരെ ഒന്നും തോന്നില്ല. അപ്പൊ എന്താ വേണ്ടത്? എല്ലാവരും കൂടിയും ആലോചിച്ച് എന്താ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അങ്ങനെയാണല്ലോ സാധാരണ പതിവ്. പ്രത്യേകിച്ച് ഇത്രയും കേമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അതല്ല, ഭഗവാൻ വരട്ടെ. അർജുനന്റെ ഉള്ളിൽ അഹങ്കാരം ഒന്ന് കുറയണം, എന്നാലേ നേരെയുള്ളൂ. കാരണം അർജുനന് ഇപ്പൊ അഹങ്കരിച്ചിട്ടില്ലെങ്കിലേ വഴിയുള്ളൂ. അതെന്താണ്? എന്റെ അർജുനന് ഇങ്ങനെ അഹങ്കാരം വർദ്ധിക്കാൻ കാരണം അർജുനന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അഹങ്കാരം വർദ്ധിപ്പിക്കാൻ പോകുന്നതാ. അതെന്താ? ആ സോമവംശ ജാതൻ, മധ്യമ പാണ്ഡവൻ, ദേവേന്ദ്രന്റെ പുത്രൻ, അങ്ങനെയൊക്കെയുള്ളൂ. ആയുധ വിദ്യയെങ്കിൽ അർജുനനെ പോലെ ഇത്രയും കേവനായിട്ട് വേറെ ഒരാളില്ല. അതങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അർജുനന്റെ ഓരോ കാര്യവും അർജുനന്റെ സുഹൃബന്ധം ആരോടാ? ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ.
ഇല്ലേ? അങ്ങനെയാണല്ലോ, നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുക, അതിനും വേണ്ടേ ഭാഗ്യം. അർജുനൻ ആരുടെ കൂടെ? അർജുനൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെയാ ഏത് നേരവും. ഇല്ലേ? ഇനിയോ അർജുനൻ വിദ്യാഭ്യാസം ചെയ്തേക്കണത് ദ്രോണാചാര്യരുടെ കീഴില് അതികേമനായിട്ടുള്ള ഗുരുനാഥനെ ലഭിക്കുക, അതും ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് അങ്ങട് ആ പാഞ്ചാലിയെ വിവാഹം ചെയ്തു. മറ്റാരും ചെയ്യാത്ത വീരപരീക്ഷ അതിൽ വിജയിച്ച് അദ്ദേഹം എല്ലാവരുടെയും സമക്ഷം ആ പാഞ്ചാലിയെ വിവാഹം ചെയ്യലുണ്ടായി. അങ്ങനെ അർജുനന്റെ പ്രശസ്തി എന്തെന്നില്ലാതെ അങ്ങോട്ട് വർദ്ധിക്കല് കഴിഞ്ഞു. മാത്രമല്ല ഉത്തരഗുരുക്കളെ ജയിക്കല്, ഭാണ്ഡവദാഹം, ഇതൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് അർജുനന് തോന്നി തുടങ്ങി തന്നെ പോലെ വേറെ ആരും ഇല്ല ഈ ലോകത്ത്, തന്നെ ജയിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല എന്നുള്ളത് അർജുനനെ തോന്നി തുടങ്ങി. ഇത് അവനവനെ തോന്നിയ ബുദ്ധിമുട്ടാണ്. വേറെ ആളുകൾ പറയണ അതെ ആരവിടെ തൂങ്ങിയിരിക്കണതെന്ന്, അത് അർജുനനാ. മനസ്സിലായില്ലേ? മധ്യമ പാണ്ഡവൻ അർജുനനോ? അതെ, കൊള്ളരുതാത്തവനാ തോന്നുന്നുണ്ടല്ലേ വഷളൻ. അങ്ങനെയല്ല, അർജുനനെ പോലെ ഇത്രയും കേവലായിട്ട് വേറെ ആരും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മധ്യമ പാണ്ഡവൻ, ദ്രോണാചാര്യരുടെ ശിഷ്യൻ. എന്താ അദ്ദേഹത്തിന്റെ പ്രയോഗം തിരിച്ചിട്ട? അങ്ങനെ വേറെ ആളുകൾ പറയുകയാണെങ്കിൽ വിരോധമില്ല. ഇതങ്ങനെയല്ല, അർജുനൻ തന്നെ തോന്നി, എന്നെ ഇപ്പൊ ജയിക്കാൻ ഇവിടെ ആരെയും കൊണ്ട് സാധ്യമല്ല, ഞാനാണ് ഇപ്പൊ ത്രൈലോക്യത്തിൽ ശക്തനായിട്ടുള്ള ആള് എന്നിങ്ങനെ അർജുനൻ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഗർവിഷ്ഠനായിട്ടുള്ള അർജുനൻ എന്നുള്ളത് ഭഗവാൻ കണക്കാക്കാൻ കാരണം. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അങ്ങനെ അഹങ്കാരം വർദ്ധിച്ചിട്ടുള്ള അർജുനൻ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ പാശുപതാസ്ത്രമാണ്, അത് തീക്ഷണമായിട്ടുള്ള ആയുധം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അസ്ഥാനത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ തന്റെ പേര് തന്നെ മാറ്റേണ്ടി വരും. അതെന്താ തന്റെ പേര് മാറ്റുക? ഇപ്പൊ മംഗളസ്വരൂപനായിട്ടുള്ള ആളാണല്ലോ ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ. സ്ഥലത്ത് ഇടയ്ക്ക് ചെന്ന് നോക്കണം, അവിടെ ഇരിക്കണം, ഇല്ലേ? അതിനുവേണ്ടി ആ ഭഗവതി തന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആ പാർവതി അവിടെ ചെന്ന് നോക്കി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ആരായിരിക്കണത്? എന്റെ മുഖത്തിക്കല്ലതാ അവിടെ നോക്ക. എന്റെ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് ആരാ കയറി കൂടിയേക്കണത്? നോക്ക. ശ്രീപരമേശ്വരൻ ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരു വിദ്വാൻ. ആരായിരിക്കണത്? ഞാൻ ഇപ്പൊ അവിടുന്ന് പോന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ പോരുമ്പോ അവിടെ ഭഗവാൻ അവിടെ ഇരിക്കണ്ടായിരുന്നു. ഭഗവാൻ പോയിരിക്കോ? ഇത് തന്നെ കൂട്ടാതെ ഞാൻ പറഞ്ഞതാണല്ലോ ഞാൻ വന്നിട്ട് പോവാം. അതിപ്പോ ആ മഹർഷി ജ്യേഷ്ഠന്മാര് വന്ന് പറഞ്ഞപ്പോ ഉടൻ ചാടി പോകപ്പെട്ടു. അങ്ങനെ പോയോ? അങ്ങനെ പതിവില്ലല്ലോ. ഇവിടെ കാണാനും വേറൊരാളാ കയറിയിരിക്കണത്. നോക്കി ഒരു കാട്ടാളൻ അത് തന്നെ തന്നെ നോക്കുന്നുണ്ട്. നോക്ക എന്താ എനിക്ക് നോക്കി മന്ദസ്മിതൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളരുതാത്ത ഈ വഴി പോയപ്പോ ഭഗവാൻ ഇരിക്കണ സ്ഥലത്ത് ആരും ഇല്ല എന്ന് കണ്ടപ്പോ അവിടെ കയറി കൂടിയതാവും. അങ്ങനെ കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് ഇപ്പൊ പല സ്ഥലങ്ങളിലും നല്ല നല്ല ആളുകൾ ഇരുന്നിരുന്ന സ്ഥലത്തും കൂടെ കൊള്ളരുതാത്ത ആളുകൾ കയറി കൂടിയിട്ടുണ്ടെന്ന് സകല കാട്ടാളന്മാരും. അങ്ങനെയുള്ള കാട്ടാളന്മാര് കയറി കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ വെടി ഉണ്ടായോ കൈലാസത്തിലും ഉണ്ടായോ എന്നുള്ളത് അപ്പൊ ഞാൻ കണക്കാക്കുന്നത്. ഏത് ആ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കാട്ടാളൻ കയറി ഇരിക്കണോ? അതെന്നെ തന്നെ നോക്കുന്നുണ്ട്. ഭഗവതി മനസ്സിലിങ്ങനെ ആലോചിക്കട്ടോ. ശ്രീപാർവതി മനസ്സിലാവുന്നില്ല, ഇപ്പൊ ആരാണെന്ന് മനസ്സിലാവില്ല. കുറച്ചു നേരം ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കിയപ്പോ ഭഗവാൻ പാർവതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ. പാർവതിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഭഗവാന് മനസ്സിലായപ്പോ ആ ഭഗവാൻ വിളിച്ചു, പാർവതി പാർവതി. നമുക്ക് ആ കൊള്ളരുതാത്ത ഭഗവാന്റെ ശബ്ദത്തിൽ തന്നെ പാർവതീന്ന് കാട്ടാളാ തന്നെ ഞാൻ കരകി തരാം. ഈ പാർവതിക്ക് എന്താന്ന് മനസ്സിലാവില്ല. ഭഗവാന്റെ ശബ്ദത്തിൽ ആ കാട്ടാളൻ എന്നെ പാർവതീന്ന് വിളിക്കുന്നു. തന്റെ ഭർത്താവിന്റെ ശബ്ദമൊക്കെ അനുകരിക്കുന്നുണ്ട്. ഭഗവാൻ ഒന്നുകൂടി നമുക്ക് പാർവതി ഇങ്ങനെ നോക്കണ്ട, അത് ഞാൻ തന്നെയാണ്. അങ്ങനെ ഉറപ്പിച്ച ഖരത്തിലുള്ള ശബ്ദം കേട്ടപ്പോ പാർവതിക്ക് മനസ്സിലായി എന്ത് കഥ.
ഞാൻ വന്നാന്ന് സംശയിച്ചു. ഇത് ആരാന്നുള്ളത് മനസ്സിലാവില്ലേ? എന്താ അങ്ങനെ ഇരിക്കണത്? പാർവതി, അപ്പൊ പോണ്ടേ? ഞാൻ പാർവതിയെ കാത്തിരിക്കുകയാണ്. പാർവതിയല്ലേ പറഞ്ഞ എന്റെ കൂടെ ഉണ്ട് അർജുനന് വരം കൊടുക്കാന്ന്. എന്നാ പോന്നോളൂ. എങ്ങനെയാ പുറപ്പെടുക? ഇങ്ങനെയാ പുറപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പുറപ്പെടില്ലേ? അല്ലാതെ എന്താ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കണു? അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പൊ പുറപ്പെട്ടു കഴിഞ്ഞാൽ പുറപ്പെടണോ എന്നാണോ പാർവതി പറയണത്? ഞാൻ ഇങ്ങനെ അങ്ങടെ കൂടെ ഈ രൂപത്തിൽ പുറപ്പെട്ട എങ്ങനെയാ നേരിടുകയാണ്? ഓ, പാർവതിക്ക് എന്റെ കൂടെ പുറപ്പെടാൻ എത്ര അപമാനോ? ആളുകൾ എന്താ വിചാരിക്കുകയാണ്? വിചാരിച്ചോട്ടെ, അതിനെന്താ? വിചാരിച്ചോട്ടെ, അതിനെന്താ? എനിക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട്. പാർവതി എന്താ ഈ പറയണത്? ഞാൻ അങ്ങടെ കൂടെ ഞാൻ പുറപ്പെട്ടു പോന്നു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പൊ പലതും പറയില്ലേ? ആളുകൾ എന്നിട്ട് ഞാൻ കാരണം സ്ത്രീകൾക്ക് മുഴുവൻ ഇങ്ങനെ ചീത്തപ്പേര് വരുത്തണോ? അതെന്താ പാർവതി? പാർവതി എന്റെ കൂടെ പുറപ്പെടുമ്പോ സ്ത്രീകൾക്ക് മുഴുവൻ ചീത്തപ്പേര് വരുത്താൻ? വേറെ ഒന്നുമല്ല. അങ്ങനെ എന്താ അതൊന്നും ആലോചിക്കാത്തത്? ഇപ്പൊ ഞാൻ അങ്ങടെ കൂടെ കൂടി പുറപ്പെട്ടു പോകുന്നു വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ വേറെ ഒന്നുമല്ല. കുറച്ച് ദൂരം പോകുമ്പോ ആളുകളൊക്കെ കാണില്ലേ നമ്മളെ? കണ്ടോട്ടെ, ഇപ്പൊ ആദ്യമായിട്ടൊന്നല്ലോ. കണ്ടോട്ടെ, ഇതാ പറയുന്നത് അങ്ങനെ ബുദ്ധിക്ക് സ്ഥിരല്ലേണ്ടോ? ഇവിടെ കട്ടെ, നീ എന്തായി കാണിക്കുന്നത്? അങ്ങോട്ട് നോക്കാം. അതാരാ പോണത്? അതാരാ പോണതാണ്? അതൊരു കാട്ടാളൻ. അതെനിക്ക് മനസ്സിലായി, കാട്ടാളൻ. അതല്ല ഞാൻ പറയുന്നത്. അതാരാന്ന് മനസ്സിലായില്ലേ? ശ്രീപാർവതിയല്ലേ പോണത്? അതാ ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ചു നോക്കാം. ശ്രീപാർവതി തന്നെയല്ലേ? എനിക്കൊരു സംശയം ഉണ്ടായി, അതാ ഞാൻ നോക്കണത്. അതെ അതെ, അത് ശ്രീപാർവതി തന്നെയാ പോണത്. എന്താണോ ശ്രീപാർവതി ഒരു കാട്ടാളിന്റെ കൂടെ? കാട്ടാളിന്റെ കൂടെ അല്ല, പിന്നാനല്ലേ? അതാ പറയണത്. പിന്നാനെ എന്താ പോണതാന്ന്? വേറൊന്നല്ല, എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? അപ്പോ ഏതാണ്? സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയാ. അതെന്താണ്? അവര് കുറച്ചു കാലം കഴിഞ്ഞാൽ ഏതെങ്കിലും കണ്ണാളിന്റെ കൂടെ കൂടും. ഇത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ കുറച്ചു കാലം വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം അങ്ങനെ ആയി കഴിഞ്ഞാൽ വിചാരിക്കുമ്പോ തന്റെ ഭർത്താവ് തന്നെ ഫേമനായിട്ടുള്ള ആളാണ്. അങ്ങനെ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോ ഒരു മുഷിഞ്ഞു കഴിഞ്ഞാലാണ് അപ്പൊ വേറൊരു വിദ്വാനെ കാണും. ആ വിദ്വാനെ കണ്ടാൽ ഈ വിദ്വാൻ എന്റെ ഭർത്താവിനെക്കാട്ടിൽ ഫേമനായിട്ടുള്ള ആളാ, എന്നാൽ ആ വിദ്വാന്റെ കൂടെ പോവാം എന്നുള്ളത് കണക്കാക്കിയ അങ്ങനെയാണല്ലോ ഇപ്പൊ സ്ത്രീകളുടെ സ്വഭാവം. മാത്രമല്ല, ഞാനിപ്പോ പറയണത് കേൾക്കുന്നത് വലിയ വലിയ ആളുകളുടെ ഭാര്യമാരാണ് ഇപ്പൊ അധികവും അങ്ങനെയെന്നാ. എന്ന് വെച്ചാൽ ഇതിപ്പോ ലോകനായകനായിരിക്കുന്ന ശ്രീപരമേശ്വരൻ, അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ലോകമാതാവായിരിക്കുന്ന ശ്രീപാർവതിക്ക് ആദ്യം ഭഗവാനെ കണ്ടപ്പോ തോന്നി, ഓ, ത്രൈലോക്യ നായകനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരനാണ് ലോകത്തിലെ ഏറ്റവും കേമനായിട്ടുള്ള ആള്, അദ്ദേഹത്തെ പോലെ വേറൊരാളും ഇല്ല എന്നുള്ളത് കണക്കാക്കിയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച് വിവാഹമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞുകൂടി. അപ്പോഴോ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ആരാ പോണത്? ഇടയ്ക്ക് കാണലുണ്ട് ഒരു കാട്ടാളനാ കൈലാസത്തിന്റെ സമീപത്തും കൂടെ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തോന്നി ഭഗവതിക്ക്, ഏത് എന്റെ ഭർത്താവിനെക്കാട്ടും നല്ലതാ കാട്ടാളനാ, എന്നാ കാട്ടാളന്റെ കൂടെ പുറപ്പെടാം എന്നുള്ളത് കണക്കാക്കി ഞാൻ ഒരു കാട്ടാളന്റെ കൂടെ പുറപ്പെട്ടു എന്നുള്ളത് ആളുകൾ പറയില്ലേ? ഏതാ ആരാ പോണത്? അത് ലോകമാതാവായിരിക്കുന്ന ശ്രീപാർവതി ഒരു കാട്ടാളനെ കണ്ടപ്പോ കാട്ടാളന്റെ കൂടെ പോടുക ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് എന്നുള്ളത് പറഞ്ഞാൽ സ്ത്രീകളുടെ മുഴുവൻ സ്വഭാവം അതാണ് എന്നുള്ളതല്ലേ പ്രാദേശികന്മാർ പറയുക. അപ്പോ അങ്ങേക്ക് തീരെ ബുദ്ധിക്ക് സ്ഥിരം ചെയ്യേണ്ടിയോ? ഞാൻ അങ്ങയുടെ കൂടെ അങ്ങനെ പുറപ്പെട്ടാൽ ഇത് പറഞ്ഞപ്പോഴാണ് ഭഗവാന് കാര്യം മനസ്സിലായില്ല. അതാണോ പാർവതിയുടെ സന്ദേഹം? എന്നാൽ ഒരു കാര്യമുണ്ട്, പാർവതി എന്താണ്? വേറൊന്നുമല്ല, പാർവതി വേഷം മാറിക്കോളൂ. അപ്പൊ കേമായില്ലേ? ഇത് കേട്ടപ്പോ പാർവതിക്ക് സന്തോഷമായി. കാരണം എന്താ? പാർവതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇഷ്ടം, ഏതാ വേഷം മാറി സഞ്ചരിക്കല്. അപ്പൊ ഭഗവാന്റെ കൂടെ ഇടയ്ക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടപ്പോ പാർവതിക്ക് സന്തോഷമായി എന്നുള്ളത് മാത്രമല്ല, പാർവതി അതെ എന്ത് ചെയ്തു? ആ വേഷം മാറി, രൂപം മാറി. ആ സ്മരണ മാത്രം കൊണ്ട് ആ കാട്ടാളന് ചേർന്നൊരു കാട്ടാളത്തി. അതായത് അങ്ങനെ രണ്ടുപേരും കൂടി ആ കൈലാസത്തിൽ നിന്ന് പുറപ്പെടാൻ എപ്പോഴാണ് ഓരോരുത്തർ തലമുട്ടുണ്ടാവുന്നത്. ഇതെന്താണ്? വേറൊന്നുമില്ല, കൈലാസത്തിൽ വേറെയും കുറെ ആളുകളുണ്ട്. അതാരാണ്? ഭൂതഗണങ്ങളുണ്ട്.
ഭൂതഗണങ്ങൾ ഇത് എവിടേക്കാ ഭഗവാനും ഭഗവതിയും പുറപ്പെടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അതാണെങ്കിൽ ആ നന്ദികേശ്വരൻ ആണല്ലോ അതിൽ പ്രധാനിയായിട്ടുള്ള ആള്. ആ നന്ദികേശ്വരൻ ഉണ്ട്. നന്ദികേശ്വരനും എന്താ എവിടേക്കാ പുറപ്പെടുന്നതെന്ന് വെച്ചാൽ അതേ കണ്ട് നോക്കിയപ്പോ ഭൂതഗണങ്ങൾ മുഴുവൻ നോക്കി എവിടേക്കാ പോകുന്നതെന്ന് വെച്ചില്ല. അപ്പൊ ഒരു കാട്ടാളിനും കാട്ടാളത്തിയായിട്ടാണ് ഭഗവാനും ഭഗവതിയും പുറപ്പാട്. അങ്ങനെ പുറപ്പെട്ടിട്ടുള്ള ഭഗവാനും ഭഗവതിയും കണ്ടപ്പോ ഇവർക്ക് മനസ്സിലായി വേറെ ഒന്നിനുമല്ല, ഇവര് നായാട്ടിന് വേണ്ടി പുറപ്പെടുകയാണ്. ആ കൈലാസത്തിന്റെ താഴ്വര പ്രദേശത്തേക്കാണ്. അയ്യപ്പോ പുറപ്പെടണ്ടേ, ഞാൻ അങ്ങോട്ട് നോക്ക്, ഭഗവാനും ഭഗവതി ഇതാ പുറപ്പെടുന്നു കാട്ടാളിനും കാട്ടാളത്തിയായിട്ട്. എവിടേക്കാ? നായാട്ടിന് വേണ്ടി പുറപ്പെടുക എന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ വേണ്ടേ സഹായിക്കാൻ? നീയൊക്കെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പുറപ്പെടണ്ടേ? നമ്മൾ വേണ്ടേ അവരെ സഹായിക്കാൻ? സഹായിക്കാനോ? അതെ, അവര് പുറപ്പെട്ടു കഴിഞ്ഞാൽ നായാട്ടിന് വേണ്ടി പുറപ്പെടുമ്പോ നായാട്ടിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ട് ഉപകാരത്തിലുള്ള സാധനങ്ങളായിട്ട് നമ്മൾ തീരട്ടെ. എന്തൊക്കെയാ നായാട്ടിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ? നായാട്ടൊന്നും കേട്ടിട്ടുണ്ടാവില്ലേ? പിന്നെ പനി എന്തൊക്കെ ഇങ്ങനെ പോയാൽ നേരെ കേട്ടോ, ഒക്കെ ചാടി പോക്കണുണ്ട്. ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? കാരണം നായാട്ടിന് വേണ്ടിയിട്ട് ഉപകാരമുള്ള വസ്തുക്കളായിട്ട് നമ്മൾ മാറണല്ലോ. നായാട്ടിന് വേണ്ടിയിട്ട് പ്രധാന ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? നിശല്യ നമ്മൾ ഇതൊക്കെ ആയി മാറണം. അതാ പറയണത്. എങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യം ചെയ്തോ, ശ്വാവ് ഇല്ല. ഇപ്പൊ ശ്വാവോ അതെന്താണ്? കേട്ടിട്ടുണ്ടാവില്ല എങ്ങനെയും ഭാഷ ശ്വാവോ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിചാരിച്ചിട്ടാ. അതന്നെ പ്രധാന ഘടകം. അത് ഒരു കാര്യം ചെയ്തു, നിങ്ങൾ രണ്ടെണ്ണം പോട്ടെ. നീ വല്ല വലേ കുറ്റിയോ കോലോ അത് കെട്ടിയെടുക്കാനുള്ള കുറച്ച് കുട്ടിക്കാട്ടാളന്മാരോ ഇതൊക്കെ ആയിട്ട് നമ്മൾ മാറുക. ഇങ്ങനെ ആ ഭൂതഗണങ്ങള് അത് കണക്കാക്കി അവരും ആ മൃഗയോപകരണ ഭൂതഗണങ്ങളായി തീർന്നു വേണമല്ലോ പറയാൻ. അങ്ങനെയുള്ള ആ ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാൻ ശ്രീപരമേശ്വരനും ആ ശ്രീപാർവതിയും കിരാത വേഷത്തെയും കിരാതിരൂപിണിയായിരിക്കുന്ന ശ്രീപാർവതിയും ഈ മൃഗയോപകരണ ഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളുമായിട്ട് അവരവിടുന്ന് കൊട്ടിയാത്ത ആഘോഷിച്ചുകൊണ്ടാണ് പോയി. പുറപ്പെട്ടോ, നീ എവിടെ ഇരിക്കണ്ട, എണീറ്റോടോ പോണ്ടേ. നീ ഇവിടെ എങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? പുറപ്പെടാ. എല്ലാവരും കൂടി ഇവിടെ പുറപ്പെട്ടു കൊട്ടിയാത്ത ആഘോഷിച്ചുകൊണ്ടാ പുറപ്പാട്. അങ്ങനെ ഇവിടെ പുറപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആ കൈലാസത്തിന്റെ താഴ്വര പ്രദേശത്തേക്ക് ഒരു കാട്ടാളനും ഒരു കാട്ടാളത്തിയും കുറെ കുട്ടിക്കാട്ടാളന്മാരും എന്താ നായാട്ടിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുക. അങ്ങനെ അതികേമായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ പുറപ്പെട്ട് ആ ഓരോരോ പ്രദേശങ്ങളിൽ നായാട്ടി സഞ്ചരിച്ച് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കാ? അർജുനൻ എവിടെയാണോ തപസ് ചെയ്യണത് ആ ആശ്രമ പരിസരത്തേക്കാ പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ പതുക്കെ പോയപ്പോഴാണ് പരിശ്രമിച്ച് ഓടുക എന്നാ തോന്നണത്. അതെന്താണ് കാരണം? കാട്ടാളനും കാട്ടാളത്തിയും വരുമ്പോ അവര് തങ്ങളെ വേട്ടയാടുന്നുള്ളതാണല്ലോ. ചെറു മൃഗങ്ങളൊക്കെ ഉണ്ട്, എട്ടടിമാനുകള്, വിഘ്നങ്ങള്, വ്യാഘ്രങ്ങള്, മാൻപേടകള്, ഇവരൊക്കെ ഇങ്ങനെ പരിഭ്രമിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട ഇടയിലാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. പോകുന്നു പന്നിയില്ലാത്ത ഒരു സാധനം. ഇത് സാധാരണ പോലുള്ള ഒരു സാധനം അല്ലല്ലോ. അതെന്താണ്? നോക്കിയപ്പോഴാണ് ഒരു പടുകൂറ്റൻ പന്നി. ഇതെന്താ ആ കൂട്ടത്തിൽ ഓടുന്നത്? ഒരു പടുകൂറ്റൻ പന്നിന്റെ എവിടേക്കാ? അങ്ങനെ ഒരു പടുകൂറ്റൻ പന്നി ഇതിന്റെ ഇടയിൽ കൂടെ. പന്നിയല്ലാതെ എങ്ങോട്ടാ? ആ ഭഗവാൻ നോക്കിയപ്പോ ഭഗവാൻ മനസ്സിലായി അത് സാധാരണ പോലുള്ള ഒരു പന്നിയല്ല. പിന്നെ എന്താണ്? വേറെ ഒന്നുമല്ല, അത് മൂകാസുരൻ എന്ന് പേരായിട്ടുള്ള ഒരു അസുരനാ, മൂകൻ. ഇതെന്താ അവിടെ വരാൻ കാരണം? വേറെ ഒന്നുമല്ല, ആ ദുര്യോധനന്റെ പ്രവൃത്തിയാണ്. ദുര്യോധനന്റെ പ്രവൃത്തിയോ? അതെ, ദുര്യോധനൻ ചക്രവർത്തിയാണെന്ന് പറഞ്ഞല്ലോ. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ചാരക്കണ്ണുകളോട് കൂടിയിട്ടുള്ളതാ. കാരണം ആ പാണ്ഡവരുടെ ഓരോ പ്രവൃത്തിയും അദ്ദേഹം ചാരന്മാര് മുഖാന്തരം അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയാണല്ലോ. അങ്ങനെ ആ ചാരന്മാര് മുഖാന്തരം ഇപ്പൊ ദുര്യോധനൻ അറിഞ്ഞത് എന്താ? വേറെ ഒന്നുമില്ല, അർജുനൻ ആ കൈലാസത്തിന്റെ താഴ്വരയില് പാശുപതാസ്ത്ര ലബ്ധിക്കായിക്കൊണ്ട് തപസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അതറിഞ്ഞപ്പോ ആ ദുര്യോധനന് കുറച്ച് പരിഭ്രമമായി. കാരണം എന്താ? പാശുപതാസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പാണ്ഡവരെ പരാജയപ്പെടുത്തല് അത് എളുപ്പമില്ല. അപ്പോ ആ ആയുധം ലഭിക്കാണ്ടിരിക്കണം. അതിനെന്താ വഴി? വേറെ ഒന്നുമല്ല, അർജുനനെ നിഗ്രഹിക്കുക.
അർജുനനെ നിഗ്രഹിക്കേ അതിപ്പോ ആരാ ചെയ്യുക? അർജുനനോട് നേരിട്ട് യുദ്ധം ചെയ്തിട്ട് അർജുനനെ ഒന്നും നിഗ്രഹിക്കാൻ തരാവില്ല. അർജുനനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ അത്ര കേവന്മാരായിട്ടുള്ള ആളുകളൊന്നും ഇല്ല. അപ്പൊ എന്താ വേണ്ടത്? ദുര്യോധനാണല്ലോ. ദുര്യോധനൻ ചതിപ്രയോഗം വശമുള്ള ആളാണ്. അങ്ങനെ ഇപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്തു? എന്നാൽ ദൂതന്മാര് മുഖാന്തരം ചതിപ്രയോഗത്തിൽ അർജുനനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് കണക്കാക്കി ആ ദൂതന്മാരെ 4 പുറത്തേക്കും വിന്യസിക്കൽ കഴിഞ്ഞു. അങ്ങനെ ദൂതൻ വസ്ത്രം പുനഃസിദ്ധം യദ്വിഷേണതൽ നാഗാസ്ത്രം ഇടകൊള്ളരുതാത്തോലെ ഞാൻ ഈ പ്രയോഗിക്കാൻ പോണത് നാഗാസ്ത്രം. നാഗാസ്ത്രം അതെ എന്ന് വെച്ചാൽ ആ ശരണെടുത്ത് ആ മന്ത്രം അങ്ങോട്ട് അഭിമന്ത്രിച്ചപ്പോൾ അത് നാഗാസ്ത്രമായിട്ട് മാറി. നാഗാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസ്ത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന നാഗങ്ങള്, ആ നാഗങ്ങള് വിഷമുള്ളതാ. ആ വിഷമുള്ള നാഗങ്ങള് എന്നെ വന്ന് ദംശിച്ച് ആ വിഷം തീണ്ടി നീയെ സിദ്ധി കൂടും. കാട്ടാളാ, എന്നെ ഞാൻ നേരേക്ക് തരാം. നീ കാട്ടിക്കൂടെ നടക്കുന്ന ആളാ, നിനക്ക് സർപ്പത്തിന്റെ അടുത്ത് ദർശനം കിട്ടിയിട്ട് നീ സിദ്ധി കൂടണം. അതാണ് എന്റെ ആഗ്രഹം. എന്നാ കടുത്ത അങ്ങ് കടുത്തോ എന്നാ ആവനാഴിന്ന് ശരെടുത്ത് വലിച്ചങ്ങ് പ്രയോഗിച്ചു. വലിച്ചങ്ങ് പ്രയോഗിച്ച് ആ ശരണ്ട് പുറപ്പെട്ടപ്പോ എന്താ? ആ ശരത്തുനിന്ന് അനവധി നാഗങ്ങളാ പുറപ്പെടുന്നത്. ആ നാഗങ്ങള് ആ കിരാതമൂർത്തിയെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോ എന്താ ഉണ്ടായത്? അടുത്തെത്തണതേ കണ്ടോളൂ. പിന്നെ അതൊന്നും നിന്ന് കാണാനില്ല. അർജുനൻ എവിടെ പോയി? എവിടെ പോയി? ഞാൻ ഇവിടുന്ന് പുറപ്പെടിച്ചിട്ടുള്ള നാഗാസ്ത്രം, ആ നാഗാസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ടുള്ള നാഗങ്ങള്, അതിഘോര സർപ്പങ്ങള്, ഇതൊക്കെ എവിടേക്കാ പോയത്? എന്താ എവിടേക്കാ പോണത്? വേറൊന്നുമല്ല, വപുഷ വിഭൂഷണം അഭൂൽ. ആ വപുസിങ്കൻ വിശേഷണ ഭൂഷണങ്ങളായി തീർന്നു എന്ന് വേണം പറയാൻ. ഇത് വെച്ച് കഴിഞ്ഞാൽ ആ മുമ്പിൽ നിൽക്കുന്നത് ആരാ? കിരാതമൂർത്തിയായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ എങ്ങനെയുള്ള ആളാ? സർപ്പാഭരണ ഭൂഷിതനായി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ എങ്ങനെയാ? സർപ്പങ്ങളാണല്ലോ ആഭരണങ്ങളായിട്ടുള്ളത്. ഇങ്ങനെ ആയപ്പോ അവിടെ ചെന്നു. ഈ നാഗാസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ടുള്ള സർപ്പങ്ങൾ മുഴുവൻ അവിടെ ചെന്നപ്പോ അവർക്ക് കാണുന്നത് എങ്ങനെയാ? അവർക്ക് ഇത് കിരാതമൂർത്തി കാട്ടാളനായിട്ടൊന്നല്ല കാണുന്നത്. പിന്നെയോ അവർക്കത് ഭഗവാൻ ശ്രീ പരമേശ്വരനെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ആ ശിരസെങ്കിലും ആ കയ്യിലും കഴുത്തിലും അരയിലും തലയിലും ഒക്കെ എന്താ? ആഭരണങ്ങളായിട്ടുള്ളത് സർപ്പങ്ങളാ. സർപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ? അവിടെ ചെന്നപ്പോ കാണുന്നത് മുഴുവൻ സഖാക്കന്മാരെ അസുഖങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോ സഖാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ സഖാക്കന്മാരെ എന്താ ചെയ്യുക? പിന്നെ ആ കൂട്ടത്തിലേക്കാണ് ചെന്ന് ചേരുക. അങ്ങനെയാണല്ലോ. അപ്പോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നത് ആ സർപ്പങ്ങൾ മുഴുവൻ അവിടെ ചെന്നപ്പോ സർപ്പാഭരണഭൂഷണമായിട്ടുള്ള ഭഗവാന്റെ ആ ശരീരത്തിങ്കില്, എന്നാൽ ഇത് ആ അങ്ങക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യാണല്ലോ, ആ ഭഗവാന്റെ ശരീരത്തില് ആഭരണങ്ങളായിട്ട് വരുന്നു. അതാണ് ഉണ്ടായത്.